വെൽക്കം ടു അവർ ചാനൽ പാച്ചുവും ഗോപാലനും. നമ്മളിന്നൊരു വിശിഷ്ട വ്യക്തിയുടെ വീട്ടിലാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മളുണ്ടല്ലോ ഇന്ന് ബേസിലായിട്ടായി തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഗോതയൊക്കെ കുഞ്ഞിരാമായണമൊക്കെ ഡയറക്ട് ചെയ്ത ബേസിൽ ജോസഫ് ചേട്ടയുടെ ചെക്കന്മാരൊക്കെ കൂടി വന്നേക്കും. പിന്നെ നമ്മുടെ ബേസിൽ ചേട്ടായിൻ്റെ പപ്പയുടെ നമ്മുടെ പള്ളിയിലെ പള്ളിയിലെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ ബേസിലേട്ടായുടെ കൂടുതൽ വിശേഷങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബേസിലേട്ടാൻ്റെ വീട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് പള്ളിപ്പാട്ടച്ഛൻ്റെയും പ്രിയപ്പെട്ട ജോസഫ് അച്ഛനും അതുപോലെ തന്നെ ആൻറ്റിയും. എന്നാൽ നമുക്ക് കേക്ക് കട്ട് ചെയ്താൽ 2013 വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത തിര എന്ന സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടായിരുന്നു ബേസിൽ ജോസഫിൻ്റെ സിനിമയിലേക്കുള്ള രംഗപ്രവേശം. അതിനു മുമ്പ് തന്നെ അനേകം പരിപാടികളിലും മറ്റും പങ്കെടുക്കുകയും ഒരുപാട് സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആ സമ്മാനങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് 2-3 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിംസാണ് ശരിക്കും പറഞ്ഞാൽ ബേസിലേട്ടായൻ്റെ ഒരു കരിയറിന് സ്റ്റാർട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. രാമായണം, ഗൗതമൻ്റെ രഥം, ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന മിന്നൽ മുരളി, എല്ലാവിധ ആശംസകളും. ബർത്ത്ഡേയോടൊപ്പം ചേച്ചിയുടെയും കൂടെ ബർത്ത്ഡേ കേട്ടോ. അത് ബേസിലേട്ടായൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. ചേച്ചിക്ക് ഞങ്ങളുടെ എല്ലാവിധ ബർത്ത്ഡേ വിഷസും അറിയിക്കുന്നു. ബേസിലേട്ടായയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അച്ഛനോട് ചോദിക്കാം. അപ്പോൾ അച്ഛാ, ബേസിലേട്ട ഇപ്പോൾ ഡയറക്ഷനിലോട്ട് എത്തിയപ്പോൾ അത്യാവശ്യം നല്ല, ഇപ്പോൾ കേരളത്തിലെ ഡയറക്ടേഴ്സ് തന്നെ ഇപ്പോൾ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പുതിയ സിനിമ മിന്നൽ മുരളി ഈ അടുത്ത് തന്നെ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ പണ്ട് പോലെ ഇപ്പോൾ ബേസിലേട്ടയ്ക്ക് ഇപ്പോൾ പ്രചോദനമായിട്ട് ഇപ്പോൾ അച്ഛനും ആൻറ്റിയും ഉണ്ട്. അപ്പോൾ അച്ഛനും ആൻറ്റിയും കൂടുതലായിട്ട് ഫിലിമിലോട്ട് കയറാൻ മാത്രം എന്തൊക്കെയായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഈ ഫീൽഡിൽ എത്തുന്നത് നമ്മൾ പ്രതീക്ഷിച്ചല്ല. ചെറുപ്പം തൊട്ട് സ്കൂൾ പഠിക്കുമ്പോൾ കോളേജ് പഠിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട്, പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഡയറക്ഷൻ എന്നുള്ള മേഖലയിലോട്ട് പോകുന്നോട്ടും വിചാരിച്ചില്ല. ഫാമിലിപരമായിട്ടും ഈ കലാപര ഫാദറിലോ പയ്യമ്പള്ളി ഒരു ഹാസ്യ നടനായിരുന്നു അല്ലേ? ഡയറക്ഷൻ കഴിഞ്ഞപ്പോ സിനിമയിലൊക്കെ പോയി നാടകമൊക്കെ അവതരിപ്പിച്ച് പൈസ പോയി. മൈസൂർ പോയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ അമ്മ വീട്ടിലോട്ടൊക്കെ പോയി നിൽക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും ഈ കലാപരമായിട്ടുള്ള ഐഡിയാസ് ഒക്കെ. ഇപ്പോഴും കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഇപ്പോഴും മിക്ക സിനിമകളിലുള്ളത്. സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ സബ് ജൂനിയർ ആ പ്രായത്തിൽ തന്നെ പ്രസംഗം, പാട്ട് ഇതിനൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു. അത് ഷിൻസി അത് മോളും. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് പഠിക്കുന്നവരെ ജൂനിയർ സീനിയറിലൊക്കെ സ്കൂളിൽ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുമ്പോഴും ആള് അത്യാവശ്യം നല്ലോണം പ്രസംഗം കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? ഈ മോണാക്ട് അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പ്രൈസും മേടിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ പ്രൈസ് ഇരിക്കും, നമുക്ക് കാണാം. അച്ഛൻ്റെ ഉണ്ട്, അച്ഛൻ്റെ മോൻ 8ാം ക്ലാസ് അല്ല 7ൽ പഠിക്കുമ്പോ ഓഡിയൻസ് ആയിട്ട് പോയിട്ട് ഇവൻ ഇവൻ ആൻസർ പറഞ്ഞ് ഇവന് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇവിടെ കന്യാകുമാരി പോവാൻ ബേവാച്ചിൽ പോകാൻ വേണ്ടിയിട്ട് പാസ് കിട്ടി. ഞങ്ങളങ്ങനെ പോവുകയും ചെയ്തു.
അപ്പോൾ ബേസിൽ ജോസഫിന്റെ ഫസ്റ്റ് സിനിമയായിരുന്നു കുഞ്ഞിരാമായണം. അപ്പോൾ അത് ഇറങ്ങി തിയേറ്ററിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് അപ്പോൾ വീട്ടിലുള്ള പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് സിനിമയാണ്, അപ്പോൾ എങ്ങനെ ജനങ്ങളത് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ള ടെൻഷൻ കാര്യങ്ങളുണ്ടായിരുന്നു ബേസിലേട്ടേക്കും അതുപോലെ വീട്ടിലുള്ള അച്ഛനും ആൻറ്റിക്കൊക്കെ? അങ്ങനെ അത് വിജയിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉറപ്പായിരുന്നു അല്ലേ? നല്ലൊരു സിനിമയായിരുന്നു. ആ തുടക്കത്തിലൂടെയാണ് ബേസിൽ ജോസഫ് എന്ന ഡയറക്ടറെ ഏറ്റെടുക്കുകയും പിന്നെ നെക്സ്റ്റ് സിനിമ ടോവിനോ തോമസ് ആയിട്ട് ചെയ്ത് അതൊരു അടിപൊളിയാക്കി എടുക്കുന്നത്. അപ്പോൾ വിനീത് ശ്രീനിവാസനൊക്കെയാണ് കൊണ്ടുവന്നത്. തിരയിലെ ഒരു 3 മാസം അസിസ്റ്റന്റ് ആയിട്ട് പോയി. ആദ്യം ഷോർട്ട് ഫിലിം ചെയ്തു. ഷോർട്ട് ഫിലിം 2 ചെയ്തു, 3 അതിലൊരെണ്ണം വിനീതിനും ഒക്കെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് അത് സെലക്ട് ചെയ്തത്. വിനീത് ശ്രീനിവാസനാണ് അപ്പോൾ സിനിമയിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു വഴി അജു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത്. തുണ്ടുപടം ഇവന്റെ ഷോർട്ട് ഫിലിമിൽ അവൻ അഭിനയിച്ചിട്ടുണ്ട് അജു. അപ്പൊ ഇപ്പൊ ഈ ബേസിൽ ജോസഫിന്റെ പപ്പയാണ് മമ്മിയാണെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു അഭിമാനം അതൊക്കെ എങ്ങനെ ആരൊക്കെ ചോദിക്കുമ്പോൾ സിനിമയൊക്കെ ഇറങ്ങി കഴിയുമ്പോ ഇപ്പൊ ആൾക്കാരൊക്കെ വരുമല്ലോ. ഇപ്പൊ ഇന്നാള് കുറെ പേര് വന്നു എന്ന് പറഞ്ഞു ഇന്റർവ്യൂവിന്. അപ്പൊ അവരൊക്കെ വരുമ്പോൾ ഉള്ള ഒരു അഭിമാനം വിളിക്കാറുണ്ട്, വരാറുണ്ട്. എല്ലാവരും ദൈവാനുഗ്രഹമല്ലേ. അച്ഛൻ ഞങ്ങൾക്ക് വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കേട്ടോ. നല്ല അടിപൊളി കാട ബിരിയാണിയാണ് ഞങ്ങൾക്കിന്ന് അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ വിളമ്പി തന്നു. അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവാം കേട്ടോ. ഞങ്ങളെല്ലാവരും ഓർത്തോണ്ടാട്ടോ കഴിക്കുന്നത്, ആർക്കും വിഷമം തോന്നല്ലേ. നമ്മളങ്ങനെ അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. പിന്നെ നമ്മളൊരു സ്വന്തമായി ചേട്ടായി ഉള്ളപ്പോൾ നമ്മൾ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സൈനിങ് ചെയ്യാണ്. വാച്ച് ഗോവൻ സൈനിങ് ഓഫ്. ബൈ ബൈ.